ഒക്കെ പാലക്കാട് കറങ്ങി മേയുന്ന പശുക്കളാണ്. വായി പൊളിക്കണ പശുക്കൾ ഏതുമില്ല. ഒറിജിനൽ ചിന്താമണി കുട്ടി. ഞാൻ 6 അടി, പശു 5 അടി പൊക്കമുണ്ട്. ഇത് പോയ പ്രസവത്തിൽ 27 ലിറ്റർ പാല് കറന്നിട്ടുണ്ട്. ഇതൊക്കെ ജർമ്മൻ ബ്രീഡ്. ഇതൊക്കെ ഫൈനൽ 15 രൂപ കിട്ടിയാൽ കൊടുക്കും. ഇത് റെഡ് സിന്ധാണ്, പാലക്കാടിലെ നിന്ന പശു. എൻ്റെ അയൽവക്കം. ഇത് 2ാം പേര്. നല്ല എരുമപ്പാല് പോലെ നല്ല തിക്നെസ് ആണ്. ആവറേജ് ഇത് ഒരു 50 രൂപ കിട്ടിയാൽ കൊടുക്കാം. 50 രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ പശുക്കളാണ്. ഇത് ചിന്താമണി കുട്ടിയാണ്. ഇവിടെ നാട്ടിലെ വളർന്നതാണ്. പോയ പ്രസവത്തിൽ 25 കറന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ്. ഇപ്പൊ 20 ലിറ്റർ പോയിട്ട് കറന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇണങ്ങി വളർന്നിട്ടുള്ള നല്ല ചിന്താമണി കൃഷ്ണഗിരി പശുക്കൾ, അതിന്റെ കുട്ടികളൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ട്. നല്ല പാൽശേഷിയുള്ളത്, ഈ ക്വാളിറ്റിയുള്ള നല്ല നല്ല പശുക്കൾ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ പെരുവമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ശ്രീവാരി ഡയറി ഫാം, നമ്മുടെ ദൊരൈസ്വാമി ചേട്ടൻ്റെ ഫാമിലാണ്. ഇവിടെ സാധാരണ വീട്ടുപാർട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള പശുക്കളോ എല്ലാ തരത്തിലുള്ള പശുക്കളോ ഉണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുള്ളിക്കാരനോട് തന്നെ ചോദിച്ചോളൂ. ചേട്ടാ, നമുക്ക് ഇവിടെ മൊത്തം എത്ര പശുക്കൾ ഇപ്പോൾ ഉണ്ട്? നമ്മുടെ കയ്യിൽ ഇവിടെ തോട്ടത്തിലെ 10, വീട്ടിലെ 10. വീട്ടിലും 10, മൊത്തത്തിൽ 20 പശുക്കളുണ്ട്. ഓക്കെ, നമുക്ക് അത്യാവശ്യം അടിപൊളി പശുക്കളാണ് കേട്ടോ. നല്ല പാൽശേഷിയുള്ള, നല്ല മടി കാമ്പ് കാര്യങ്ങളുള്ള നല്ല നല്ല ജേഴ്സി, അതുപോലെ തന്നെ നല്ല ചിന്താമണി കൃഷ്ണഗിരി പശുക്കളൊക്കെ നിൽപ്പുണ്ട്. പല ബ്രീഡ് വെറൈറ്റി നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് എടുത്താണ് ചേട്ടാ ഇതൊക്കെ? ഞാനിതൊക്കെ പാലക്കാട് ജില്ലയിലെ പല കുടിയിലും കറങ്ങി, എൻ്റെ ഒരു സ്കൂട്ടറിൽ കറങ്ങി ഞാൻ എൻ്റെ പഴയ കസ്റ്റമറിൻ്റെ അടുത്ത് കേടുപാട് തീർന്ന പശുക്കൾ ഞാൻ കൊണ്ടിട്ട് വരും. ഏറ്റവും ചൂട് കൂടുതൽ പാലക്കാട്. എൻ്റെ അവിടുത്തെ എല്ലാ ഭക്ഷണത്തിൻ്റെയും സെറ്റപ്പ് ചെയ്തിട്ടേ ഞാൻ കസ്റ്റമർക്ക് പശു കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യപ്പെട്ട അല്ലെങ്കിൽ ഒതുങ്ങി വളർന്നിട്ടുള്ള പശുക്കളാണ്. ഇതിനകത്തിപ്പം പല ബ്രീഡുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളും നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യക്കാർക്ക് വന്ന കുട്ടികളും എല്ലാ തരം ബ്രീഡ് വെറൈറ്റിയുള്ള പശുക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വിലഭാഗം എങ്ങനെയായിരിക്കും? എൻ്റെ അടുത്ത് 50,000 നിന്ന് 1,00,000 രൂപ വരെയുള്ള പശുക്കളുണ്ട്. 50,000 രൂപ തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് പശുക്കളുണ്ട്. നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇത് ഒറിജിനൽ ചിന്താമണി ബ്രീഡ്, ഒറിജിനൽ മോഴയാണ് കേട്ടോ. കരിച്ചല്ല, ഒറിജിനൽ മോഴ. അത്യാവശ്യം നല്ല ഹെവി സൈസിലുള്ള ഒരു പശുവാണ്. ഇത് ഇവിടെ കറങ്ങി മേഞ്ഞ പശുവാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മേഞ്ഞ് വളർന്ന പശുവാണ്. ഇത് പോയ പ്രസവത്തില് 27 ലിറ്റർ പാല് കറന്നിട്ടുണ്ട്. 27 ലിറ്റർ? 27 ലിറ്റർ ഒരു ദിവസം കറന്നിട്ടുണ്ട്. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഇത്? ഇനിയിപ്പോ ഒരാഴ്ച, 6 ദിവസം, 7 ദിവസം ടൈമുണ്ട്. ഇത് 30 കിട്ടാൻ സാധ്യതയല്ലേ? 30 കൺഫേമായി 30 ലിറ്റർ പാല് കിട്ടും. 30 ലിറ്റർ കിട്ടും ഉറപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ കാഴ്ചയിൽ നിങ്ങൾക്ക് ഈ മൊബൈലിൽ കാണുമ്പോൾ എത്രത്തോളം അതിന്റെ വലിപ്പമൊന്നും മനസ്സിലാകത്തില്ല. ചേട്ടൻ എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കും? ഞാൻ 6 അടി, പശു 5 അടി പൊക്കമുണ്ട്. 5 അടി പൊക്കമുണ്ട്. നല്ല ജൈന്റ് സൈസിലുള്ള ഒരു ആന വലിപ്പത്തിലുള്ള പശു തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാ ചോദിക്കുന്നത്? ഞാൻ വില കൂട്ടി പറഞ്ഞിട്ട് ജനങ്ങളെ പേടിപ്പെടുത്താൻ ഉറക്കമില്ല. എനിക്ക് ഫൈനൽ 1 രൂപ കിട്ടിയാൽ കൊടുക്കും. 1 ലക്ഷം കിട്ടിയാൽ നമ്മൾ കൊടുക്കും. നമുക്ക് ഫാമിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള ആ വിലക്ക് എന്തായാലും വർത്തായിട്ടുള്ള പശുവാണ് കേട്ടോ. നമുക്ക് ഫാമിലേക്കൊക്കെ കൊണ്ട് നിർത്തി കറക്കാവുന്ന തരത്തിലുള്ള നല്ല ഹെവി സൈസിലുള്ള ഒരു പശുവാണ്. സൂപ്പർ ഒരു പശുവാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് കിടക്കുന്ന ഒരു അടിപൊളി പശു, അതായത് നമ്മുടെ റെഡ് സിന്ധിയാണ് കേട്ടോ. നല്ല സൂപ്പർ സുന്ദരി ഒരു പശു കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള പശുവാണ്. അതേ കണ്ട പശുവിനെ കാണുമ്പോൾ അറിയാം, അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ്. നമുക്കിതിപ്പോൾ എത്ര ലിറ്റർ പാൽ കിട്ടുമെന്നാണ് ചേട്ടാ പറയുന്നത്? ഇത് റെഡ് സിന്ധാണ്, പാലക്കാടിലെ നിന്ന പശു. എൻ്റെ അയൽവക്കം. ഇത് 2ാം പേര്. പോയ പ്രസവത്തിൽ 22 കറന്നിട്ടുണ്ട്. 22 പോയ പ്രസവത്തിൽ കറന്നാണ്. ലിറ്റർ അളവിലേക്ക് 22 കിട്ടിയിട്ടുണ്ട്. ഈ ട്രിപ്പ് കൂടുതലാണ്ട് കുറയില്ല. ഓക്കെ, അപ്പൊ അതും നല്ല കൊഴുത്ത പാലാണ്, നല്ല എരുമപ്പാല് പോലെ നല്ല തിക്നെസ് ആണ്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ്? ഇതൊക്കെ ഒരു മോഹവിലയാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാണ്. നമുക്കിത് എങ്ങനെയാ ചോദിക്കുന്നത്? ഒരു 85 കിട്ടിയാൽ കൊടുക്കാം. 85 കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. പിന്നെ പാർട്ടി വന്ന് ചോദിക്കുമ്പോൾ അവരുടെ മടക്കി അയക്കില്ല, എന്തെങ്കിലുമൊക്കെ അയവ് വരുത്തി കൊടുക്കാം. ഓക്കെ, നല്ല സൂപ്പർ ഒരു പശു കേട്ടോ. അപ്പൊ 2 ഒറിജിനൽ ജേഴ്സി കേട്ടോ. അത് മൊട്ട ജേഴ്സിയാണ്. നല്ല സൂപ്പർ 2 ഹെൽത്തി ആയിട്ടുള്ള 2 പശുക്കളാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന തരത്തിലുള്ള പശുക്കളാണ്. നമ്മുടെ വീട്ടുപാർട്ടിക്ക് ഫാമിലൊക്കെ പറ്റിയ പശു അല്ലേ? അത്യാവശ്യം ഇതിന്റെ ഡെലിവറി എങ്ങനെ കേട്ടോ? എത്രാമത്തെ ഡെലിവറി ഇത് സെക്കൻഡ്. അത് സെക്കൻഡ് ആണ് കേട്ടോ. ഇത് ഫസ്റ്റ്. ഇത് കുറച്ചുകൂടെ എങ്ങാണ് കാണാൻ, കുറച്ചുകൂടെ ആരോഗ്യമുണ്ട്. ശരിക്കും പറഞ്ഞാലേ നമുക്ക് എത്ര പാല് കിട്ടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് ഒരു 16 കിട്ടും കടിഞ്ഞലായതുകൊണ്ട്. 16 ആണ് ചേട്ടൻ പറയുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ
ഇത് 18 കറന്ന പശുവാണ്. 18 കറന്ന പശുവാണല്ലേ? ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് കേട്ടോ ഇത്? ഇതിന് 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 5 ദിവസം ഗ്യാപ്പ് ഉണ്ട് രണ്ടിനും. അതെ അതെ, രണ്ടിനും ഏതാണ്ട് ഒരേ രീതി തന്നെയാണ്. നമുക്കിത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതൊരു 60 രൂപ കിട്ടിയാൽ കൊടുക്കാം. ഒരു 60 രൂപയുടെ നമ്മൾ ഇത് കൊടുക്കും. കടിഞ്ഞാൽ കൊടുക്കും. ഓക്കെ. ഇവക്കോ? ഇതൊരു 65 കിട്ടിയാൽ കൊടുക്കും. 65 കിട്ടിയാൽ നമ്മൾ കൊടുക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇതാണ്. പിന്നെ നേരിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ഓക്കെ, നല്ല സൂപ്പർ രണ്ട് പശുക്കളാണ്. കൃഷ്ണഗിരി പശുക്കുട്ടിയാണ്. കൃഷ്ണഗിരി അടുത്ത കുട്ടിയാണ്. ആ കുട്ടിയാണ്. ഇത് 2ാം പേരാണ് ഇനി പറഞ്ഞത്. 2ാം പേരാണ്? 2ാം പേര്. അത്യാവശ്യം നല്ല മടി കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്? ഇനി ഒരു 5 ദിവസം സമയമുണ്ട്. 5 ദിവസമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എത്ര പാല് കിട്ടിയിട്ടുണ്ട്? പാല് പോയിട്ട് 25 കറന്നിട്ടുണ്ട്. 25 കറന്നത്? ഇനി പെറാൻ പോണത് 6 പല്ലാണ്. 6 പല്ലാണ്. 2 പല്ലിലെ പ്രസവിച്ച പശുവാണ്. പിന്നെ ഇവിടെ ഈ പാലക്കാട് കറങ്ങി നടന്ന പശുവാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പെണ്ണും പിള്ളകള് ഒരു മുത്തശ്ശി വളർത്തിയ പശുവാണ്. നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ഇത് നമ്മ വില പറഞ്ഞ് ജനങ്ങളിലെ ഷോക്ക് അടിക്കാൻ വിടാൻ പാടില്ല. ഞാൻ വന്നാൽ എൻ്റെ അടുത്ത് പശു കൊടുക്കണം. നമ്മ ഒരു ഫൈനല് 90 റുപ്യ കിട്ടിയാൽ കൊടുക്കും. 90 രൂപ. പിന്നെ അവർ വന്നും കണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി കുട്ടികൾ നിൽപ്പുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കിടാവ് കുട്ടികൾ നിൽപ്പുണ്ട്. ചേട്ടാ ഇതിപ്പോൾ ഏകദേശം എങ്ങനെയാണ് ചേട്ടാ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നതൊക്കെ? ഇതൊരു കിടാവ് ഓരോ ഒറിജിനൽ ജേഴ്സിയാണ്. നല്ല കണ്ണാമടിയാണ്. നല്ല മുഖത്ത് കുഴിയുണ്ട് നെറ്റിയിൽ. ഇത് ഒരു 10 രൂപ കിട്ടിയാൽ ഇത് കൊടുക്കും. 10 രൂപ ആ റേഞ്ചാണ്. അത്യാവശ്യം നല്ല HF ബ്രീഡ് പശു നിൽപ്പുണ്ട്. ഇതൊക്കെ കൃഷ്ണഗിരി കുട്ടികളാണ്. അതെ, ഇതൊക്കെ കൃഷ്ണഗിരി കുട്ടിയാണ് രണ്ടും. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം എന്ത് റേറ്റ്? ഇതൊക്കെ ജർമ്മൻ ബ്രീഡ്. ഇതൊക്കെ ഫൈനൽ 15 രൂപ കിട്ടിയാൽ കൊടുക്കും. 15 രൂപയ്ക്ക് കൊടുക്കും. ഇതിപ്പോൾ എത്ര മാസം പ്രായമുണ്ട്? ഇത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്. 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ്. ഇത് ഇവിടെ നിൽപ്പുണ്ട്, പിന്നെ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് കുട്ടികൾ എപ്പോഴും അത്യാവശ്യം ഉണ്ടാകും. അപ്പോൾ ഏത് ആവശ്യപ്പെട്ടാലും ഏത് വിധത്തിലുള്ള കുട്ടികളും തരും. ഇത് ചിന്താമണി കുട്ടിയാണ്. ഇവിടെ നാട്ടിലെ വളർന്നതാണ്. നമ്മുടെ നാട്ടിൽ വളർന്ന കുട്ടിയാണല്ലേ? വളർന്നതാണ്. നല്ല അടിപൊളി ഒരു ഫാൻസി നല്ല ലുക്കുള്ള പശുവാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് ഒരു ഫാൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോ ചെയ്ത് നിർത്താവുന്ന തരത്തിലുള്ള പശുവാണ്. ഒറിജിനൽ മുട്ടയാണ് കേട്ടോ. കൊമ്പ് കരിച്ചൊന്നുമല്ല. നല്ല സൂപ്പർ ഒരു പശുവാണ്. ഇതിപ്പോൾ എത്രാമത്തെ ഡെലിവറി ചേട്ടാ? ഇത് ഇനി വരുന്നത് സെക്കൻഡ് ആണല്ലോ. അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള പശു തന്നെയാണത്. മടി കാമ്പ് കാര്യങ്ങൾ കണ്ടില്ലേ? അപ്പം നല്ല മടി കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഉണ്ട്. ഇനി എത്ര ദിവസം ഉണ്ട് ചേട്ടാ? അത് ഇനി 5 ദിവസമുണ്ട്. 5 ദിവസമുണ്ട്. അതെ. ശരിക്കും നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടുമെന്നാണ് എക്സ്പെക്ട്? പോയ പ്രസവത്തിൽ 25 കറന്നിട്ടുണ്ട്. 25 കറന്നിട്ടുണ്ട്. എരുമപ്പാലിന് പോലെ നല്ല കട്ടി കൂടിയതാണ്. അതായത് നല്ല ഫാറ്റ് പാലുള്ള. ശരിക്കും ഇത് HF ആണെങ്കിലും ജേഴ്സി എല്ലാം കൂടെ ഒരു ക്രോസ് ആണ്. നല്ല ഫാറ്റി പാല് കിട്ടുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ശരിക്കും നമുക്കിത് എങ്ങനെയാ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ ഒരു 90 രൂപ കിട്ടിയാൽ കൊടുക്കാം. 90 രൂപ കിട്ടിയ ഒരു മോഹവിലയാണ്. മോഹവില എന്ന് പറഞ്ഞത് അമ്പലവാസികൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതായത് ഡിമാൻഡ് ഉള്ള പശുവാണ്. ഇതൊരു ഫാൻസി ഐറ്റമാണ്. ഓക്കെ. അപ്പോൾ 90 രൂപ ആണ് ചോദിക്കുന്നത്. പിന്നെ നേരിട്ട് വരുമ്പോ എന്താന്ന് വെച്ചാൽ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. വന്ന ആളിനെ മടക്കി അയക്കില്ല. ഒറിജിനൽ ചിന്താമണി കുട്ടി. കന്നി 2 പല്ല്. ഹൈറ്റ് കണ്ടോ? നല്ല ഹെവി സൈസിലുള്ള പശു കേട്ടോ. ചേട്ടൻ്റെ തോൾപ്പൊക്കെ ഏകദേശം വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ജൈന്റ് പശുവാണ് കേട്ടോ. നമുക്കിതിപ്പം എത്ര ലിറ്റർ പാല് കിട്ടുമെന്നാണ് ചേട്ടൻ പറയുന്നത്? ഇത് എന്തായാലും ഈ പശു 25 ലിറ്റർ കിട്ടിയിരിക്കും. എൻ്റെ പശുവിൻ്റെ അനുഭവ സമ്പത്ത് വെച്ച് പറയുക. ഒരു 25 ലിറ്റർ ആണ് ഉറപ്പ്. ആ രീതിയിലുള്ള പശു കേട്ടോ. ബോഡി കാണുമ്പോൾ ശരിക്കും ഇതിന് എത്രത്തോളം ഹൈറ്റ് അതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് വരുമ്പോൾ ഏകദേശം നല്ല ജൈൻ്റ് ഒരു ആന വലുപ്പത്തിലുള്ള പശുവാണ്. ഇപ്പോൾ കന്നിയിൽ തന്നെ. പിന്നെ നമുക്കൊരു 4-5 പ്രസവമൊക്കെ നിർത്താൻ പറ്റും. നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുക്കുട്ടിയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്? ഇത് ഫൈനൽ ഒരു 80 രൂപ കിട്ടിയാൽ കൊടുക്കാം. 80 രൂപ കിട്ടിയാൽ നമ്മൾ കൊടുക്കാം. ഓക്കെ, അടിപൊളി ഒരു പശുവാണ്. അതെ. അപ്പൊ റെഡ് ആൻഡ് വൈറ്റ് പശു, അതായത് പ്രത്യേക ഫാൻ ബേസ് ഉള്ള കൂടുതൽ ആളുകൾ ചോദിച്ചു നടക്കുന്ന ഒരു പശു തന്നെയാണ്. അത്യാവശ്യം ഫാൻസി ബ്രീഡുകളാണല്ലോ കൂടുതൽ. ഇതിപ്പോ ഏതൊക്കെ ഇതിന്റെ ക്രോസ് ആണ് ചേട്ടാ? ഇത് റെഡ് സിന്ധ്, സഖിവാള, HF ക്രോസ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന പശുവാണല്ലേ? ഈ സഖിവാള പഴന കാരണമാണ് ഇവിടെ പുള്ളിക്കുത്തൽ വരുന്നത്. ഓക്കെ. ഈ വയറ്റിലെ പുള്ളിക്കുത്തൽ വരുന്നത് സഖിവാള ഉള്ള കാരണമാണ്. ഓക്കെ. നമുക്കിതിപ്പോൾ എത്രാമത്തെ ഡെലിവറി ചെയ്ത്? ഇത് സെക്കൻഡ് ആണ്. നമുക്ക് ഒരു ഒതുങ്ങിയ പശു കേട്ടോ. നമുക്ക് വീട്ടുപാട്ടിക്കും പറ്റും, ഫാമിലേക്കും പറ്റും. നല്ല പാൽശേഷിയുള്ള പാല്, നല്ല കട്ടിയുള്ള പാലായിരിക്കും. നമുക്കിതിപ്പോൾ എത്ര ദിവസം ഉണ്ട്? ഇനി 5 ദിവസം സമയമുണ്ട്. 5 ദിവസം സമയമുണ്ട്. നമുക്കിതിപ്പം എത്ര ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത്? ഇപ്പൊ 20 ലിറ്റർ പോയിട്ട് കറന്നിട്ടുണ്ട്. 20 ലിറ്റർ കറന്നിട്ടുണ്ട്? കൺഫേം. ഓക്കെ. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് എങ്ങനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു 75 റുപ്പീസ് ആണെങ്കിൽ കൊടുക്കാം.
75 75,000 ആണ് ചോദിക്കുന്നത്. പിന്നെ നേരിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ അയവ് വരുത്തി കൊടുക്കും. പാറ്റിനെ തിരിച്ചയക്കില്ല. പിന്നെ നമ്മുടെ ജേഴ്സി പശുക്കളാണ് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്ന ഒതുങ്ങിയ തരത്തിലുള്ളൊരു പശുക്കളാണ്. നമുക്കിത് എത്രാമത്തെ പ്രസവം കേട്ടോ ഇതൊക്കെ? ഇത് മൂന്നാം പേരാണല്ലേ? അപ്പൊ അത് മൂന്നാം പേര്. രണ്ടും മൂന്നാം പേരാണ്. അത്യാവശ്യം ഏതാണ്ട് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള പശു കേട്ടോ. കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട പശു ഇതാണ്. നമുക്ക് വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന പശുവാണ്. നമുക്ക് ഇത് എങ്ങനെയാ, എത്ര ലിറ്റർ വരെ? നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൂടുതൽ വാങ്ങാൻ പറ്റില്ല. ഓക്കെ. ആവറേജ് ഇത് ഒരു 50 രൂപ കിട്ടിയാൽ കൊടുക്കാം. 50 രൂപ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇരിക്കുന്ന പശുക്കളാണ്. നേരിട്ട് ഡീല്. നമുക്കൊരു പാലെന്ന് പറയുമ്പോൾ ഒരു 15 താഴെ പ്രതീക്ഷിച്ചാൽ പോരെ? 15 അത് താഴെ 13, 15 അതിനകത്ത് കിട്ടുന്ന പശു. ഓക്കെ. അപ്പൊ നമ്മുടെ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡോട് വരുന്നത്